Okay. ചേഞ്ച് ഓഫ് വേരിയബിൾസ് ഇൻ മൾട്ടിപ്പിൾ ഇന്റഗ്രൽസ് ആണ് നമ്മളുടെ സെക്ഷൻ. ഇപ്പൊ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നതാണ്. അപ്പൊ ഇതിൽ എപ്പോഴാണ് നമുക്ക് ഈ മൾട്ടിപ്പിൾ ഇന്റഗ്രൽ നമ്മൾ പഠിച്ചതാണ്. മൾട്ടിപ്പിൾ ഇന്റഗ്രൽ ചെയ്യാൻ ഡബിൾ ആൻഡ് ട്രിപ്പിൾ ഇന്റഗ്രൽസ് പഠിച്ചതാണ്. അപ്പൊ ഇതിനകത്ത് ഒരു ചേഞ്ച് ഓഫ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ അതിന്റെ കുറച്ചും കൂടെ ഒരു എന്താ പറയുന്നത്, കുറച്ചുകൂടെ കാര്യങ്ങൾ വേണം. ചേഞ്ച് ഓഫ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഇന്റഗ്രൽ മാത്രമല്ല, വേറെയും ചില കാര്യങ്ങളൂടെ അറിയുമ്പോഴാണ് നമുക്ക് അതായത് മൾട്ടിപ്പിൾ ഇന്റഗ്രൽ കുറച്ചുകൂടെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മാർഗമാണ് ഈ ചേഞ്ച് ഓഫ് വേരിയബിൾ എന്ന് പറയുന്നത്. നോക്കാം. In this chapter, we show how to evaluate multiple integrals by change of variables by appropriate substitution. ഇപ്പോൾ നമ്മൾ ഒരു ഇന്റഗ്രൽ നമുക്ക് തരും, ഒരു മൾട്ടിപ്പിൾ ഇന്റഗ്രൽ, ഡബിൾ ആവാം ട്രിപ്പിൾ ആവാം. നമ്മൾ ആദ്യം ഡബിൾ ഇന്റഗ്രൽ ആയിരിക്കും പഠിക്കുന്നത്. അപ്പൊ അത് ആ കിടക്കുന്ന ഫോമിൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ നമുക്കൊരു ഡബിൾ ഇന്റഗ്രൽ ആണ് തരുന്നതെങ്കിൽ നമ്മൾ ആ റീജിയൻ വരയ്ക്കും. എന്നിട്ട് ഈ റീജിയനിൽ എക്സിന്റെയും വൈന്റെയും ലിമിറ്റ് ഒക്കെ നോക്കി എന്നിട്ടാണല്ലോ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഈ കിട്ടുന്ന റീജിയൻ ചിലപ്പോൾ നമുക്ക് ഈ എക്സ് വൈ കോഡ് നമ്മൾ എന്ത് ചെയ്യും, വെർട്ടിക്കൽ ഓർ ഹൊറിസോണ്ടൽ സ്ട്രിപ്പുകൾ എടുക്കും. സ്ട്രിപ്പുകൾ എടുത്തിട്ട് ആ സ്ട്രിപ്പുകൾ വെച്ചിട്ടാണല്ലോ നമുക്ക് ഈ ലിമിറ്റുകൾ നോക്കുന്നത്. പക്ഷെ ഈ ചിലപ്പോ ഈ സ്ട്രിപ്പുകൾ എടുക്കുമ്പോൾ നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് വരും. ആ റീജിയന്റെ ഷേപ്പിന്റെ പ്രശ്നം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു ഷേപ്പ് അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കും. അപ്പൊ അങ്ങനെ ഉള്ള കേസിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ചേഞ്ച് ഓഫ് വേരിയബിൾസ്. ഈ ചേഞ്ച് ഓഫ് വേരിയബിൾസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഈ റീജിയന്റെ ഒരു ഇമേജ്, അതായത് നമ്മുടെ ഉള്ള വേരിയബിളിനെ നമ്മൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് മറ്റ് വേരിയബിളിലേക്ക് മാറ്റും. എന്നിട്ട് പുതിയ വേരിയബിളിൽ അതിന്റെ ഇക്വേഷൻസ് എല്ലാം എഴുതിയിട്ട് ഈ റീജിയന്റെ ഇമേജ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ വരുന്ന ഒരു പുതിയ ഫംഗ്ഷൻ ഉണ്ട്, അതിൽ ഈ റീജിയന്റെ ഇമേജ് നോക്കും. അപ്പൊ ആ ഇമേജ് എന്ന് പറയുന്നത് നമുക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടില്ലാത്തതും ഇതേപോലെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തതുമായിരിക്കും. അപ്പം എന്നിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. അപ്പൊ ആൻസർ സെയിം തന്നെയാവും. In this chapter, we show how to evaluate multiple integrals by change of variables by appropriate substitution. Suppose that a region capital G in the UV plane is transformed 1:1 into the region R in the XY plane by equations of the form x is equal to x of uv, y is equal to y of uv as suggested in figure 1. We call R the image of G under the transformation and capital G the pre-image of R. അപ്പോൾ ഇവിടെ നമുക്ക് യു വി പ്ലെയിനില് ഒരു എന്താണ് റീജിയൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ റീജിയനിൽ നമ്മൾ യു വി പ്ലെയിനിൽ ഉള്ള റീജിയൻ ആണ്. അപ്പൊ അതിന് നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ആറിനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പം അതായത് എക്സ് ഇസ് ഇക്വൽ എക്സ് ഓഫ് യു വി, വൈ ഇസ് ഇക്വൽ വൈ ഓഫ് യു വി. എക്സിനെ യു വി എങ്ങനെ തിരിച്ചായാലും മതി. അതായത് യുവിനെ മീൻ ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ ആയിട്ട് എടുക്കാം, അല്ലെ എക്സിനെ മീനെ തിരിച്ച് യു വി ആയിട്ട് കൊടുക്കാം. കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ ഇമേജ് കിട്ടും. ഇമേജ് ആണ് രണ്ടാമത് വരച്ചിരിക്കുന്നത്. ആറിനെ ഇമേജ് എന്ന് വിളിക്കും, ഈ മുകളിലുള്ളതിനെ അതിന്റെ പ്രീ ഇമേജ് എന്ന് വിളിക്കും, ക്യാപിറ്റൽ ജിനെ. ഇനി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഡിഫൈൻഡ് ഓൺ ക്യാപിറ്റൽ ആർ. അപ്പൊ ഈ ഇങ്ങനെ ഒരു ഇമേജ് ഉണ്ടെങ്കിൽ മുകളിൽ എഴുതിയിരിക്കുന്ന റീജിയന് നമുക്കൊരു ചേഞ്ച് ഓഫ് വേരിയബിൾ ചേഞ്ച് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഇമേജ് ആണ് താഴെയുള്ളത്. ഈ താഴെയുള്ള റീജിയനിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് എക്സ് വൈ എങ്കിൽ any function f of x defined on capital R can be thought of as a function f of, അപ്പൊ ആ ഒരു റീജിയനെ നമുക്ക് f of x of uv, y of uv അങ്ങനെ കാണാം, defined on G as well. Then അങ്ങനെയാണെങ്കിൽ ഡബിൾ ഇന്റഗ്രൽ ഓവർ R f of xy dx dy is equal to, നമുക്കത് ഇവാലുവേറ്റ് ചെയ്യാൻ, അതായത് ഇവിടുത്തെ ഈ ഡബിൾ ഇന്റഗ്രൽ ഓവർ R f of xy dx dy എന്ന് പറയുന്നതും ഡബിൾ ഇന്റഗ്രൽ ഓവർ G f of x of uv, y of uv മോഡുലസ് ഓഫ് ഡോ xy by ഡോ uv du dv, ഈ രണ്ട് ഇന്റഗ്രലും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത് നമുക്ക് രണ്ടാമത്തെ ഇവാലുവേറ്റ് ചെയ്യാൻ ഇത് ഉപയോഗിച്ചാൽ മതി, ഈ റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ. ദ ഫാക്ടർ ഡോ എക്സ് ബൈ ഡോ യു വി, അതിനെ ആ ഫാക്ടറിനെയാണ് നമ്മൾ ജെ ഓഫ് യു വി എന്ന് ഡിനോട്ട് ചെയ്യും. ജക്കോബിയൻ ഡിറ്റർമിനന്റ് എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ജക്കോബിയൻ ഓഫ് ദി കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ x equal to g of uv, y is equal to h of uv defined by
ഈ ജക്കോബിയൻ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഡോ എക്സ് വൈ ബൈ ഡോ യു വി ഇസ് ഈക്വൽ ടു ജെ ഓഫ് യു വി ഇസ് ഈക്വൽ ടു determinant of dou x by dou u dou x by dou v dou y by dou u dou y by dou v is equal to dou x by dou u into dou y by dou v minus dou y by dou u into dou x by dou v. Question number 2. ഇതാണ് ജക്കോബിയൻ. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ വേഗമായിട്ട് പറയുമ്പോൾ ഐഡിയ കിട്ടത്തില്ലായിരിക്കും. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നോക്കാം. ഇവാലുവേറ്റ് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എക്സ് മൈനസ് വൈ ബൈ എക്സ് പ്ലസ് വൈ ഡി എ വെയർ ക്യാപിറ്റൽ ആർ ഇസ് ദ റീജിയൻ എൻക്ലോസ്ഡ് ബൈ ദ ലൈൻസ് എക്സ് മൈനസ് വൈ സിഗർ 0 എക്സ് മൈനസ് വൈ സിഗർ 1. കണ്ടല്ലോ, ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എക്സ് മൈനസ് വൈ ബൈ എക്സ് പ്ലസ് വൈ ഡി എ ഒരു ഫംഗ്ഷൻ തന്നിരിക്കുന്നു. ആ റീജിയൻ എന്ന് പറഞ്ഞാല് എക്സ് മൈനസ് വൈ സിഗർ 0 എക്സ് മൈനസ് വൈ സിഗർ 1 എക്സ് പ്ലസ് വൈ സിഗർ 1 ആൻഡ് എക്സ് പ്ലസ് വൈ സിഗർ 3. ഇതാണ് നമ്മുടെ റീജിയന്റെ ബൗണ്ടറി തന്നിട്ടുണ്ട്. ഈ സ്ട്രേറ്റ് ലൈൻസിന്റെ ഇക്വേഷൻസ് ആണ്. ഈ ലൈൻസ് വെച്ചിട്ട് എൻക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു റീജിയൻ ആണ് നമുക്കുള്ളത്. ഓക്കെ, this integral would be tedious to evaluate directly because the region capital R, figure 2a, is oriented in such a way that we would have to subdivide it and integrate over each part separately. However, the occurrence of the expressions x minus y and x plus y in the equations of the boundary of the region suggests that the transformation u is equal to x plus y, v is equal to x minus y. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കാൻ നമുക്ക് എക്സ് മൈനസ് വൈ സിഗർ 0 നമുക്ക് റീജിയൻ ആദ്യം വരയ്ക്കണം. റീജിയൻ വരച്ചു കഴിഞ്ഞാലാണ് നമുക്ക് എക്സും വൈ ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ റീജിയൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. എക്സ് മൈനസ് വൈ സിഗർ 0 നമുക്ക് വൈ സിഗർ എക്സ് എന്ന് എഴുതാം. ഇനി അടുത്തത് എക്സ് മൈനസ് വൈ സിഗർ 1 നമുക്ക് വൈ സിഗർ എക്സ് മൈനസ് 1 എന്ന് എഴുതാം. അതേപോലെ അതായത് വൈ സിഗർ എം എക്സ് പ്ലസ് സി ഫോമിൽ ഇതിൽ ഈ എഴുതിയിരിക്കുന്ന എല്ലാ ഇക്വേഷൻസിനെയും എഴുതാൻ പറ്റും. എഴുതി കഴിഞ്ഞാൽ നമുക്ക് വരയ്ക്കാം. വരച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഫിഗർ ആണ് എയിൽ കൊടുത്തിരിക്കുന്നത്. ആ ഫിഗർ ആണ് കണ്ടല്ലോ, എക്സ് പ്ലസ് വൈ സിഗർ 1 എക്സ് മൈനസ് വൈ സിഗർ എക്സ് മൈനസ് വൈ സിഗർ 0 എന്ന് പറഞ്ഞാൽ വൈ സിഗർ എക്സ് ആണ്. നിങ്ങൾക്കറിയാം വൈ സിഗർ എക്സ് എന്ന് പറഞ്ഞാല് 45 ഡിഗ്രി സ്ലോപ്പ് ഉള്ള ഒറിജിനിലൂടെ പാസ് ചെയ്തു പോകുന്ന ലൈനാണ് വൈ സിഗർ എക്സ്. ബാക്കി എല്ലാ ലൈൻസും ഇതേപോലെ വരച്ചിട്ടുണ്ട്. വരച്ചു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചരിഞ്ഞ റെക്ടാങ്കിൾ ആയിരിക്കും കിട്ടുന്നത്. However, the occurrence of the expressions x minus y and x plus y in the equations of the boundary of the region suggests that the transformation u is equal to x plus y, v is equal to x minus y would be helpful. Okay. അപ്പൊ ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു റീജിയൻ കിട്ടി. അപ്പൊ ഈ റീജിയനിലാണല്ലോ നമുക്ക് ഈ ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണ്ടേ. അപ്പൊ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഇതിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കും? ലിമിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് ഞാൻ വരയ്ക്കുവാന്ന് വിചാരിക്കും. ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് ഏറ്റവും താഴെയാ വരയ്ക്കുന്നതെങ്കിൽ, ഇച്ചിരി താഴെയാ വരയ്ക്കുന്നതെങ്കിൽ അതിന്റെ ബൗണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ താഴെ എന്താണ് കോർണർ പോലെ വരുന്ന ഭാഗത്തെ 2 ലൈൻസ് ആണല്ലോ അതിന്റെ ബൗണ്ടറി വരുന്നത്. അപ്പൊ നമ്മൾ ലിമിറ്റ് അത് നോക്കിയാണല്ലോ എഴുതുന്നത്. പക്ഷെ ഞാൻ ഈ സ്ട്രിപ്പ് കുറച്ചുകൂടെ മുകളിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മുകളിൽ എത്തുമ്പോഴേക്കും ഈ സ്ട്രിപ്പിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വരുന്ന ലൈനുകൾ മാറിയിട്ടുണ്ട്. അപ്പൊ എന്താ പ്രശ്നം? നമ്മൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്. കാരണം എപ്പോഴും ഈ സ്ട്രിപ്പിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരേ ലൈൻസ് ആയിരിക്കണം വരുന്നത്. എന്നാലല്ലേ നമ്മൾ പറയുന്നത് ഇന്നത് മുതൽ ഇന്നത് വരെ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മള് താഴത്തെ ലൈൻ നോക്കി ലിമിറ്റ് എഴുതുകയാണെങ്കിൽ മേളിൽ ചെല്ലുമ്പോൾ അത് തെറ്റായി മാറും. മേളത്തെ ലൈൻ നോക്കി ലിമിറ്റ് എഴുതിയാൽ അത് താഴെ വരുമ്പോൾ അത് തെറ്റാണ്. അപ്പൊ ഇത് ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കണം എന്നറിയാം. ഇതിനെ കുറെ സബ്ഡിവൈഡ് ചെയ്യേണ്ടി വരും. കുറെ സബ്ഡിവൈഡ് ചെയ്ത് ഓരോ ചെറിയ ചെറിയ റീജിയൻസിൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന റീജിയൻസ് ആയിട്ട് ചെറിയ റീജിയൻസ് ആയിട്ട് മുറിച്ചിട്ട് ഓരോന്നിലും ഇവാലുവേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്താലേ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അതിനെയാണ് നമ്മൾ ഇവിടെ ചേഞ്ച് ഓഫ് വേരിയബിൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് എങ്ങനെ ഒരു വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് കണ്ട് മനസ്സിലാക്കാൻ നമുക്ക് 1-2 പ്രോബ്ലംസ് കാണുമ്പോൾ ഇങ്ങനെ കൊടുത്താൽ മതി എന്ന് തോന്നും. ആ ഒരു രീതിയിൽ അത് പഠിക്കാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിക്കേ, എക്സ് മൈനസ് വൈ ഇക്വൽ 0 എക്സ് മൈനസ് വൈ സിഗർ 1 എല്ലായിടത്തും എക്സ് മൈനസ് വൈ എക്സ് പ്ലസ് വൈ ആ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എക്സ് മൈനസ് വൈക്ക് പുട്ട് യു ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ആൻഡ് വി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ. കണ്ടല്ലോ, യു ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈയും വി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ. ഇങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു.
അപ്പൊ നോക്കിക്കേ, യു ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആൻഡ് വി ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. അപ്പൊ നമ്മളിത് നമുക്ക് തന്നിട്ട് എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് യു വി ആൻഡ് വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് യു വി എന്നാണ് ഇൻട്രൊഡക്ഷൻ പാർട്ടി ഞാൻ പറഞ്ഞത്. അങ്ങനെ പറയുന്നത് ഇങ്ങനെ പറയുന്നതും സെയിം തന്നെ. കാരണം എക്സിനെ ഒരു ഫംഗ്ഷൻ ഓഫ് യു ആൻഡ് വി ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഈ എഴുതിയിരിക്കുന്ന രണ്ടെണ്ണം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ലെഫ്റ്റ് സൈഡിൽ യു പ്ലസ് വി വരും, റൈറ്റ് സൈഡിൽ 2x എന്നും വരും. y ക്യാൻസൽ ആയി പോകും. അപ്പൊ 2x is equal to u plus v എന്ന് കിട്ടും. x is equal to u plus v divided by 2 എന്ന് കിട്ടും അല്ലെ? അപ്പൊ x is a function of u and v ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ രണ്ടും സെയിം ആണെന്നാ ഞാൻ പറഞ്ഞത്. അപ്പൊ നോക്കിക്കേ, നമ്മള് വേരിയബിൾ ഇവിടുത്തെ ചേഞ്ച് ചെയ്ത് കൊടുത്തു. x plus y is equal to u and x minus y is equal to v എന്ന് കൊടുത്തു. Since with this transformation the boundary lines x plus y is equal to 1, x plus y is equal to 3, x minus y is equal to 0, x minus y is equal to 1. ഇതെല്ലാം are constant u curves and constant v curves corresponding to the lines. Okay, ഇതിനകത്ത് x plus y is equal to u, x minus y is equal to v ആണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ യും വിയും കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഗിവൺ ബൗണ്ടറി ലൈൻസിന്റെ ഇക്വേഷൻ എങ്ങനെ മാറും? എക്സ് പ്ലസ് യു ഇസ് ഇക്വൽ 1, യു ഇസ് ഇക്വൽ 3, വി ഇസ് ഇക്വൽ 0, വി ഇസ് ഇക്വൽ 1. അപ്പൊ ഈ എഴുതിയിരിക്കുന്ന ലൈൻസ് നമ്മൾ യു വി പ്ലെയിനിലാണ് വരയ്ക്കേണ്ടത്. യു വി പ്ലെയിൻ ഇതേപോലെ എക്സ് വൈ പ്ലെയിൻ വരയ്ക്കുന്ന പോലെ തന്നെ യു വി പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനകത്ത് യു ഇസ് ഇക്വൽ 1, യു ഇസ് ഇക്വൽ 3, വി ഇസ് ഇക്വൽ 0, വി ഇസ് ഇക്വൽ 1 എല്ലാവർക്കും ഈസി ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ലൈനിന്റെ ഇക്വേഷൻസ് ആണിത്. അപ്പൊ നമ്മൾ അത് വരച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടിയ ഇമേജ് ആണ് ക്യാപിറ്റൽ എസ്. കണ്ടോ? അപ്പൊ ഈ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ റെക്റ്റാങ്കിൾ ആണ്. അത് എന്റെ സൈഡ്സ് പാരലൽ ടു ദി എക്സ് ആൻഡ് വൈ ആക്സിസ് ആണ്. സോ ഇവിടെ നമുക്ക് ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പ്രശ്നം വരത്തില്ല. ഞാൻ മുമ്പേ ഹൊറിസോണ്ടൽ സ്ട്രിപ്പിന്റെ കാര്യം മാത്രം പറഞ്ഞു. അവിടെ ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുത്താലും ഇതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ വരുന്ന ബൗണ്ടറി അല്ല റൈറ്റ് സൈഡിൽ വരും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. പക്ഷെ ഇവിടെ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള റീജിയൻസിന്റെ അതേ മോഡലിലുള്ള റീജിയൻ ആയതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. ഇത് നോക്കി ലിമിറ്റ് എഴുതാൻ പാടൊന്നുമില്ല. ഇനി നമുക്ക് ആ ഇന്റഗ്രൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടായിരുന്നല്ലോ ഏറ്റവും ലാസ്റ്റ്. ഇക്വേഷൻ 1 മറക്കരുത്. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മള് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഫംഗ്ഷന് എക്സ് ഓഫ് യു വി വൈ ഓഫ് യു വി ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഫംഗ്ഷനകത്ത് നമ്മൾ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ചിട്ട് വേണം എഴുതാൻ. പിന്നെ ഈ ജക്കോബിയൻ കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് നമ്മൾ പുതിയ റീജിയൻ വരയ്ക്കുക. വരച്ചതിന് ശേഷം നമ്മുടെ ജക്കോബിയൻ കൂടെ കണ്ടുപിടിക്കണം. എന്നാലും നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇന്റഗ്രൽ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ ജക്കോബിയൻ എന്ന് പറയുമ്പോൾ ജക്കോബിയൻ പഠിച്ചു വെക്കേണ്ടതാണ്. ഡോ എക്സ് വൈ ബൈ ഡോ യു വി ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഡോ എക്സ് ബൈ ഡോ യു, ഡോ എക്സ് ബൈ ഡോ വി, ഡോ വൈ ബൈ ഡോ യു, ഡോ വൈ ബൈ ഡോ വി ഈക്വൽ ടു ഇനി ഈ ഡോ എക്സ് ബൈ ഡോ യു, ഡോ എക്സ് ബൈ ഡോ വി കണ്ടുപിടിക്കണമെങ്കിൽ എക്സിനെ നമുക്ക് ഫംഗ്ഷൻ ഓഫ് യു ആൻഡ് വി ആയിട്ട് എഴുതാൻ പറ്റും. അതേപോലെ വൈനെയും ഫംഗ്ഷൻ ഓഫ് യു ആൻഡ് വി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ എക്സിന്റെയും വൈന്റെയും ഉണ്ടല്ലോ, എക്സ് പ്ലസ് വൈ, എക്സ് മൈനസ് വൈ ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ. യു ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ആൻഡ് വി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു എങ്ങനെ അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കുന്നത്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് കിട്ടും, രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് വൈയും കിട്ടും. ഓക്കെ, അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു യു പ്ലസ് വി, അതേപോലെ വൈ ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു യു മൈനസ് വി. ഇത് രണ്ടും നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അപ്പൊ ഇതിനകത്തുനിന്ന് ഫ്രം വിച്ച് വി ഒബ്റ്റെയിൻ ഡോ എക്സ് വൈ ബൈ ഡോ യു വി ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് ഡോ എക്സ് ബൈ ഡോ യു, ഡോ എക്സ് ബൈ ഡോ വി, ഡോ വൈ ബൈ ഡോ യു, ഡോ വൈ ബൈ ഡോ വി. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡോ എക്സ് ബൈ ഡോ യു എന്ന് പറയുന്നത് 1/2, ഡോ എക്സ് ബൈ ഡോ യു എന്ന് പറയുന്നത് 1/2, ഡോ വൈ ബൈ ഡോ യു എന്ന് പറഞ്ഞാൽ 1/2, ഡോ വൈ ബൈ ഡോ വി എന്ന് പറഞ്ഞാൽ -1/2. ഇത് എങ്ങനെ കിട്ടുന്ന? ഈ എക്സ് ഇസ് ഈക്വൽ ടു അതിനകത്ത് നോക്കിയാൽ ഡോ എക്സ് ബൈ ഡോ യു, ഡോ എക്സ് ബൈ ഡോ വി ഇതെല്ലാം കണ്ടുപിടിക്കാമല്ലോ. അതേപോലെ ഡോ വൈ ബൈ ഡോ യു, ഡോ വൈ ബൈ ഡോ വി വൈക്കകത്തുനിന്ന് കിട്ടും. അപ്പൊ ആദ്യം ഇങ്ങനെ നമുക്ക് ജക്കോബിയൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പായിട്ട് എക്സിനെയും വൈനെയും ഇൻ ടേംസ് ഓഫ് യു ആൻഡ് വി ആയിട്ട് എഴുതണം. എന്നാലേ നമുക്ക് ഈ ഡോ എക്സ് ബൈ ഡോ യു, ഡോ എക്സ് ബൈ ഡോ അതെല്ലാം പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. കണ്ടുപിടിച്ച പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എല്ലാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് ഡിറ്റർമിനന്റ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് -1/2 എന്ന് കിട്ടും. അപ്പൊ ഇത് ജക്കോബിയൻ മാത്രമാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എക്സ് മൈനസ് വൈ ബൈ എക്സ് പ്ലസ് വൈ ഡി എ ഇസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എക്സ് മൈനസ് വൈ ബൈ എക്സ് പ്ലസ് വൈ ഡി എ എക്സ് വൈ ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോഴേ
പിന്നെ റീജിയൻ മാറുമല്ലോ. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇമേജ് ഏതാണോ അതാ എഴുതേണ്ടത്. ഇമേജ് ആറിന്റെ ഇമേജ് എസ് ആണ്. എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ വിയും എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ യുവും കൊടുക്കുന്നു. ഇൻറ്റു ഡിറ്റർമിൻ മോഡ് ഡോ എക്സ് വൈ ബൈ ഡോ യു വി ഇൻറ്റു ഡി എ യു വി ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് വി ബൈ യു ഇൻറ്റു മോഡ് മൈനസ് 1/2 ഇൻറ്റു ഡി എ യു വി ഈസ് ഈക്വൽ ടു മോഡ് മൈനസ് 1/2 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ഇനി ഈ എഴുതിയിരിക്കുന്ന ലിമിറ്റ് രണ്ടാമത്തെ ഫിഗർ നോക്കി യുവിന്റെ ലിമിറ്റ് എവിടെ തൊട്ട് എവിടെ വരെ u1 മുതൽ 3 വരെ വേരി ചെയ്യുന്നുണ്ട് ഈ റീജിയനകത്ത്. ഈ റീജിയനകത്തില് v 0 മുതൽ 1 വരെ വേരി ചെയ്യുന്നത്. ആ ലിമിറ്റ് ആണ് അവിടെ കൊടുക്കേണ്ടത്. ഡബിൾ ഇന്റഗ്രൽ 0 to 1 to 3 v by u du dv is equal to 1/2 ഇന്റഗ്രൽ 0 to 1 v എവിടെ കിടക്കട്ടെ 1/u du എന്ന് പറഞ്ഞാൽ ln mod u u is equal to 1 to 3 dv is equal to 1/2 into ln 3 mod 3 minus ln 1 ln 1 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ ln 3 എന്ന് കിട്ടും. Integral 0 to 1 v dv is equal to 1/4 into ln 3. Okay, അതാണ് അതിന്റെ ആൻസർ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ഡബിൾ ഇന്റഗ്രൽ ഓവർ r raised to x by dA where r is a region enclosed by the lines y is equal to 1/2 x and y is equal to x and the hyperbolas y is equal to 1/x and y is equal to 2/x. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആദ്യ ക്വസ്റ്റ്യൻ ഇന്റഗ്രലിന് എന്തോ ആകട്ടെ, നമ്മൾ ആദ്യം നമ്മുടെ റീജിയൻ വരയ്ക്കും. y is equal to 1/2 x, y is equal to x എല്ലാം straight lines passing through the origin. ഇത് രണ്ടും. പിന്നെ വരുന്ന y is equal to 1/x, y is equal to 2/x. We look for a transformation in which the boundary curves in the xy plane become constant v curves and constant u curves. For this purpose, we rewrite the four boundary curves as. ഇപ്പൊ ഇതിനകത്തിലെ ഈ തരുന്ന ഇക്വേഷനകത്തിലെ നമ്മൾ യുവിനും വിനെയും പകരമായിട്ട് എക്സിനും വൈനെയും ഒരേ സൈഡിൽ കൊണ്ടുവരിക. ഒരേ സൈഡിൽ കൊണ്ടുവന്നിട്ട് അതിന് പകരം ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ട ഒരു ജനറൽ രീതിയാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മുടെ റീജിയൻ പ്രശ്നം ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം അറിയണം. ഇപ്പൊ y is equal to x വരച്ചു, y is equal to 1/2 x വരച്ചു, ബാക്കി y is equal to 1/x, y is equal to 2. ഇതെല്ലാം വരച്ചു കഴിഞ്ഞപ്പോൾ കിട്ടിയ റീജിയൻ കണ്ടോ. അപ്പൊ ഇതിന് ഈ പറഞ്ഞ പോലെ തന്നെ റീജിയൻ കുറച്ച് കർവ്ഡാന്നുള്ളത് പോട്ടെ, ഇതേപോലെ തന്നെ താഴെ സ്ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, മുകളിൽ വരുമ്പോ ആ സ്ട്രിപ്പിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വന്ന് ടച്ച് ചെയ്യുന്ന കർവുകൾ മാറും താഴേന്ന് മുകളിലേക്ക് പോകുമ്പോൾ. അപ്പൊ ഇത് കുറെ ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. റീജിയനെ കുറെ ഡിവൈഡ് ചെയ്യണം, അതൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് y is equal to 1/2 x and y is equal to x and ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ y-നെ x-നെ ഒരേ സൈഡിൽ കൊണ്ടുവരിക. We look for a transformation in which the boundary curves in the xy plane become constant v curves and constant u curves. For this purpose, we rewrite the four boundary curves as ഇനി y is equal to 1/2 x, y is equal to x. ഇതിനകത്തുനിന്ന് y by x is equal to 1/2 എന്ന് കിട്ടും. y is equal to x ഇതിനകത്തുനിന്ന് y by x is equal to 1 എന്ന് കിട്ടും. ഹൈപ്പർബോള y is equal to 1/x, xy is equal to 1, y is equal to 2/x ഇതിനകത്തുനിന്ന് xy is equal to 2. ഇത്രയും കിട്ടും. Okay, y by x is equal to 1/2, y by x is equal to 1, xy is equal to 1, xy is equal to 2. അപ്പൊ ഇതിനകത്ത് രണ്ടും ഒരേ സൈഡിൽ കൊണ്ടുവന്നു. അപ്പൊ ഇവിടെ ഒരേ സൈഡിൽ കൊണ്ടുവരാൻ വേണ്ടി ഡിവൈഡ് ചെയ്യണം. ഇവിടെ ആണെങ്കിലോ y is equal to 1/x എന്ന് പറയുന്നിടത്ത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലേ രണ്ടും ഒരേ സൈഡിൽ വരത്തുള്ളൂ. അപ്പൊ ഇനി എന്ത് ചെയ്യാന്നറിയോ, നമ്മൾ ഈ y by x ന് u കൊടുക്കുക, ഒരെണ്ണത്തിന് യുവും മറ്റതിന് വിയും കൊടുക്കുക. അപ്പൊ നോക്കി y by x is equal to ഒരു കോൺസ്റ്റന്റ്, y by x അതായത് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ is a constant. അതേപോലെ ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആ ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്ന അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈക്ക് പകരം നമുക്കൊരു യു കൊടുക്കുക. ഒരേ രീതിയിലുള്ള രണ്ടെണ്ണം കാണും. പിന്നെ വരുന്ന രണ്ടെണ്ണം ഒരേപോലെ ആയിരിക്കും, അതിന് വി ഒന്നും കൊടുക്കുക. അപ്പൊ യു is equal to y by x and v is equal to xy. ഇത് കൊടുത്ത് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിയുമ്പോൾ എങ്ങനെ മാറും ഇക്വേഷൻസ്? u is equal to 1/2, u is equal to 1, v is equal to 1, v is equal to 2. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻസ് നമ്മളൊരു യു വി പ്ലെയിനിൽ നമുക്ക് വരയ്ക്കാൻ ഒട്ടും ബുദ്ധിമുട്ടില്ലാത്തതാണ്. കണ്ടില്ലേ, യു വി പ്ലെയിനിൽ u is equal to 1/2, u is equal to 1, v is equal to 1, v is equal to 2 ഇതെല്ലാം വരച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ എസ് ഈ റീജിയൻ ആ ഇമേജിനെ നമ്മൾ ക്യാപിറ്റൽ എസ് എന്ന് വിളിക്കും. These lines enclose the region capital S shown in figure 3b. To find the Jacobian dou xy by dou uv of this transformation, we first solve equation number 4 for x and y in terms of u and v. Okay, അപ്പോൾ റീജിയൻ വരയ്ക്കണം.
ഇതെല്ലാം ഓരോരോ സ്റ്റെപ്പുകളെല്ലാം മാർക്കുള്ള സ്റ്റെപ്പുകളാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, മിക്കവാറും ഇതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇതിന് കുറച്ച് മാർക്ക് കൂടുതലുള്ള ക്വസ്റ്റ്യനുമാണ്. അപ്പോൾ ഓരോരോ പ്രൊസീജിയർ, ചെറിയ ചെറിയ പ്രൊസീജിയറുകൾ ചെയ്തെന്നാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് ഈ വരയ്ക്കണം, ഇമേജ് വരയ്ക്കുക എന്നുള്ളത് പ്രധാനമാണ്. ക്യാപിറ്റൽസ് നമ്മൾ വരയ്ക്കണം. അതിനുശേഷം ഇനി എന്താ നെക്സ്റ്റ് വേണ്ടത്? ജക്കോബിയൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ജക്കോബിയൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പായിട്ട് എക്സിനെ ഫംഗ്ഷൻ ഓഫ് യു ആൻഡ് വി ആയിട്ട് എക്സ്പ്രസ് ചെയ്യണം, വൈനെ ഫംഗ്ഷൻ ഓഫ് യു ആൻഡ് വി ആയിട്ട് എക്സ്പ്രസ് ചെയ്യണം. എക്സ് അത് ഇവയൊക്കെ തമ്മിലുള്ള റിലേഷൻ എന്താണ്? നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് യു ബൈ വി. എങ്ങനെ എക്സ് കണ്ടുപിടിക്കും? എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തില് വി ഈസ് ഈക്വൽ ടു എക്സ് വൈയും യു ഈസ് ഈക്വൽ ടു വൈ ബൈ എക്സും ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്ത് കഴിയുമ്പോ നമുക്ക് കിട്ടുന്നതാണ്. നോക്കട്ടെ. എക്സ് ഈസ് ഈക്വൽ ടു യു ബൈ ബി. ഓക്കെ. വി ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ എന്നാണല്ലോ. അതിനകത്തിൽ ഈ വൈയുടെ സ്ഥാനത്ത് വൈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കണ്ടുപിടിക്കണം. വൈ എന്ത് കിട്ടും? യു ഇൻറ്റു എക്സ് എന്ന് കിട്ടും അല്ലെ. അപ്പൊ യു ഇൻറ്റു എക്സ് എടുത്തിട്ട് ഇവിടെ കൊടുക്കണം. റൈറ്റ് സൈഡിൽ യു ഇൻറ്റു എക്സ് കൊടുക്കുക. യു ഇൻറ്റു എക്സ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു യു എന്ന് കിട്ടും. അതിനകത്ത് നിന്ന് നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു കിട്ടും. സോൾവ് ചെയ്യാൻ ഏത് എഴുതി നോക്കിയാലേ അറിയത്തുള്ളൂ. അതുകൊണ്ട് യു ഈസ് ഈക്വൽ ടു വൈ ബൈ എക്സ് ആൻഡ് വി ഈസ് ഈക്വൽ ടു എക്സ് വൈക്കകത്തുനിന്ന് നമുക്ക് അതെ ഇത് കിട്ടും. എക്സ് സ്ക്വയർ യു എന്ന് കിട്ടും. അതിനകത്ത് നിന്ന് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് ഈ പറഞ്ഞ പോലെ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വി സ്ക്വയർ ബൈ യു എന്ന് എഴുതി നോക്കണം. എഴുതി നോക്കിയാലേ അറിയുള്ളൂ. എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ യു എക്സ് ആണ്. അപ്പൊ യു എക്സ്, അപ്പൊ എക്സ് സ്ക്വയർ ഇൻറ്റു യു എന്ന് അവിടെ കിട്ടുന്നത്. അതിനകത്ത് നിന്ന് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ വി ബൈ യു എന്ന് കിട്ടും. എക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് വി ബൈ യു എന്നാണ് അവിടെ വന്നിരിക്കുന്നത്. അതേപോലെ വൈ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് യു വി എന്നാണ്. y ഈസ് ഈക്വൽ ടു യുവും ബിയും മാത്രമാക്കി എഴുതണം. നമുക്ക് തൊട്ട് മുമ്പ് നമുക്ക് എക്സ് കിട്ടിയിട്ടുണ്ട്, റൂട്ട് ഓഫ് യു ബൈ ബി. എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് ഇത് കൊടുത്താൽ റൂട്ട് ഓഫ് യു ബൈ ബി കൊടുക്കാം. കൊടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് y കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് ക്യാൻസൽ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ y ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് യു എന്ന് കിട്ടും. അതൊന്ന് എഴുതി നോക്കുമ്പോൾ ശരിയാവും. ഫ്രം വിച്ച് വി ഒബ്റ്റെയിൻ, ഇപ്പൊ എക്സിനെയും വൈനെയും ടേംസ് ഓഫ് യു ആൻഡ് വി ആയിട്ട് എക്സ്പ്രസ് ചെയ്തു. ഡോ എക്സ് വൈ ബൈ ഡോ യു വി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡിറ്റർമിനന്റ് ഓഫ് ഡോ എക്സ് ബൈ ഡോ യു, ഡോ എക്സ് ബൈ ഡോ വി, ഡോ വൈ ബൈ ഡോ യു, ഡോ വൈ ബൈ ഡോ വി കണ്ടുപിടിക്കുക. കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ കിട്ടും. മൈനസ് 4 ബൈ യു മൈനസ് 4 ബൈ യു ഈക്വൽ ടു മൈനസ് 2 മൈനസ് 1 ബൈ 2 യു. ഡോ എക്സ് ബൈ ഡോ യു എന്താ? ഡോ എക്സ് ബൈ ഡോ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോ എക്സ് ബൈ ഡോ യു കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ റൂട്ട് യു, ഡിനോമിനേറ്ററിലുള്ള റൂട്ട് യു എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതങ്ങനെ കിടക്കും. ഇപ്പൊ ഇവിടെ റൂട്ട് യുവിൻ്റെത് മാത്രം നോക്കിയാൽ മതി. അപ്പൊ മൈനസ് 1 ബൈ 2 റൂട്ട് യു എന്നുള്ളതാണല്ലോ. അങ്ങനെ വരും. ഡോ എക്സ് ബൈ ഡോ വി കണ്ടുപിടിക്കുമ്പോൾ ഡോ എക്സ് ബൈ ഡോ വി ആണെങ്കിൽ നമുക്ക് മൈനസ് 1 ബൈ റൂട്ട് യു അത് എഴുതി നോക്കിയാൽ മതി. ഇപ്പൊ ഈ പ്രോബ്ലം നിങ്ങൾ ഈ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എല്ലാം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ എന്നോട് ചോദിക്കുക. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നമ്മൾ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മൈനസ് 1 ബൈ 2 എന്ന് കിട്ടുന്നു. ദസ് യൂസിങ് ഫോർമുല 1. അപ്പൊ ഇതിനിടയ്ക്ക് ഒരു പാർഷ്യൽ ഡെറിവേറ്റീവ് നമ്മൾ എക്സിന്റെ എക്സ്പ്രഷൻ കണ്ടുപിടിച്ചപ്പോൾ അതിനകത്തൊരു വ്യത്യാസം പോലും വന്നില്ലേ? അത് നിങ്ങളോട് എഴുതി നോക്കുമ്പോൾ അത് വ്യത്യാസം ഉണ്ടോ എന്നുള്ളതൊന്ന് നോക്കണേ. ദസ് യൂസിങ് ഫോർമുല ഇക്വേഷൻ 1, double integral over r e raised to x y dA is equal to double integral over r e raised to x y dA x y is equal to. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ double integral over s e raised to x y എന്ന് പറഞ്ഞാൽ v ആണ് into mod minus 1 by 2 into dA uv equal to 1 by 2 double integral over s 1 by u e raised to v dA uv is equal to 1 by 2 into double integral 1 to 2 1 by 2 to 1 1 by u e raised to v du dv is equal to 1 by 2 integral 1 to 2 e raised to v into ln mod u. U is equal to 1 by 2 to 1.
dv is equal to 1/2 into ln2 integral 1 to 2 e raised to v into dv. അപ്പൊ ഈ എഴുതിയിരിക്കുന്ന ഇന്റഗ്രേഷനിൽ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? അപ്പൊ ഇത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. ഇത് ഓരോ സ്റ്റെപ്പായിട്ട് എഴുതി നോക്കുക. ഈ ക്ലാസ് അപ്ലോഡ് ചെയ്യുക. അപ്പം എന്താണ് ഓരോ സ്റ്റെപ്പിലും ചെയ്യേണ്ടതെന്നുണ്ട് ഉള്ളത് പറഞ്ഞല്ലോ. അപ്പൊ ഇതെല്ലാം കമ്പ്യൂട്ടേഷൻസ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ പുതിയതായിട്ട് പഠിക്കുന്ന ഒരേ ഒരു കാര്യമാണ് എന്താണ് ഈ ചേഞ്ച് ഓഫ് വേരിയബിൾ ചെയ്യേണ്ട ആ ഒരു രീതി എങ്ങനെയാണെന്നുള്ളത് മാത്രമാണ് ഇവിടെ പുതിയതായിട്ട് പഠിച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇത് ഞാൻ ഇന്നലെ റെക്കോർഡഡ് വീഡിയോയിൽ ഇട്ട് ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളും റെക്കോർഡഡ് വീഡിയോയിൽ ഉണ്ടായിരുന്നതാണ്. അത് നിങ്ങൾ കണ്ടു കാണത്തില്ലെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. പിന്നെ ലൈവിൽ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇത് കുറച്ചൊന്ന് സംശയം തോന്നാവുന്ന ഒരു സെക്ഷൻ ആയതുകൊണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അത് റെക്കോർഡഡ് വീഡിയോ കേട്ടാൽ മതി. ഇനി എക്സാമ്പിൾ 4 ആണ് ഞാൻ പുതിയതായിട്ട് ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. അത് നോക്കാം. ഇവാലുവേറ്റ് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എ പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് ഡി വൈ വേർ ആർ ഇസ് എ റീജിയൻ ബൗണ്ടഡ് ബൈ ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇക്വൽ ടു എ സ്ക്വയർ. ക്വസ്റ്റ്യൻ കണ്ടല്ലോ, റീജിയൻ തന്നിട്ടുണ്ട്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇക്വൽ ടു എ സ്ക്വയർ ആണ്. ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് വി പ്രിഫർ ചേഞ്ച് ഓഫ് വേരിയബിൾസ് ഇൻ ടു പോളാർ ഫോം. അപ്പൊ ഇതിനകത്ത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ഉപയോഗിച്ചിട്ട് ഇത് ചെയ്യാന്ന് വെച്ചാൽ നോക്കിക്കേ, ഫംഗ്ഷൻ കണ്ടല്ലോ, റീജിയൻ എന്ന് പറഞ്ഞാൽ സർക്കിൾ ആണ്. അപ്പൊ ഇതിനകത്തിൽ നമുക്ക് കാർട്ടീഷ്യൻ ഇത് ചേഞ്ച് ഓഫ് വേരിയബിൾ ആ ചെയ്യുന്നത്. ചേഞ്ച് ഓഫ് വേരിയബിൾ വെച്ച് അല്ലാതെയും ചെയ്യാമായിരിക്കാം, പക്ഷെ ഇവിടെ നമ്മൾ ചേഞ്ച് ഓഫ് വേരിയബിൾ വെച്ചിട്ട് ചെയ്യുന്നത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അത് ചേഞ്ച് ഓഫ് വേരിയബിൾ ചെയ്യുമ്പോൾ വി പ്രിഫർ ചേഞ്ച് ഓഫ് വേരിയബിൾസ് ടു പോളാർ ഫോം. അപ്പൊ ഇവിടെ പോളാർ ഫോമിലാണ് മാറ്റുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു റോ കോസ് ഫൈ ആൻഡ് വൈ ഇസ് ഈക്വൽ ടു റോ സൈൻ ഫൈ. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു റോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആൻഡ് 0 ലെസ് ദാൻ ഈക്വൽ ടു 5 ലെസ് ദാൻ ഈക്വൽ ടു 2π. അപ്പൊ ഇതൊരു സർക്കുലർ റീജിയൻ ആയതുകൊണ്ട് നമ്മൾ പോളാർ ഫോമിലേക്ക് മാറ്റിയതാണ്. ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എ പ്ലസ് റൂട്ട് ഓഫ് എക്സ് പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് ഡി വൈ ഇസ് ഈക്വൽ ടു സർക്കുലർ റീജിയൻ ആകുമ്പോൾ 5 0 to 2π വേരി ചെയ്യുമല്ലോ, ആംഗിൾ മൊത്തത്തിൽ വേരി ചെയ്യും. അതേപോലെ തന്നെ റോ എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. സെന്ററിൽ നിന്ന് സർക്കിളിന്റെ റേഡിയസ് എ അല്ലേ, റോ 0 മുതൽ എ വരെ. എ പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ റോ സ്ക്വയർ ആണ്, അതിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ റോ വരും. എ പ്ലസ് റോ ഇൻറ്റു മോഡ് ഡോ എക്സ് വൈ ബൈ ഡോ റോ ഫൈ ഡി റോ ഡി ഫൈ കണ്ടല്ലോ, ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ 5 is equal to 0 to 2π റോ is equal to 0 to a പ്ലസ് റോ ഇൻറ്റു ഡി റോ ഇൻറ്റു ഡി ഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇന്റഗ്രേഷൻ എളുപ്പമാണ്. 5π a ക്യൂബ് ബൈ 3. അപ്പൊ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇന്റഗ്രേഷൻ ഒന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തില്ല, കാരണം അത് പഠിച്ചു. ഇനി അടുത്ത അതിന്റെ ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ അവിടെ പുതിയതായിട്ട് എന്താണോ ഉള്ളത് അത് മാത്രമായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അടുത്ത ഇവാലുവേഷൻ ഓഫ് ദി ഇന്റഗ്രൽ ക്യാപിറ്റൽ ഐ ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റൈസ്ഡ് ടു മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. നോക്കാം, ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, ക്വസ്റ്റ്യൻസിനകത്തിൽ വരുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. Evaluate capital H equal to integral minus infinity to infinity e raised to minus x square dx. Its value may be found by first considering I square. അപ്പൊ ഇത് കണ്ടുപിടിക്കാനായിട്ട് I square കണ്ടുപിടിക്കാം. I square അല്ലാതെ ഇത് കണ്ടുപിടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം അതിന്റെ കൂടെ ഒരു എക്സോ ഒക്കെ വന്നിരുന്നെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാമായിരുന്നു. പക്ഷെ ഇവിടെ എക്സും കൂടെ ഒന്നും വന്നിട്ടില്ല. Its value may be found by first constructing I square. അപ്പോൾ I square construct ചെയ്യുന്ന ഈ രീതിയിൽ I square is equal to integral I square എന്ന് പറഞ്ഞാൽ I എന്താണെന്നറിയാലോ, I into I. അപ്പോൾ I എന്ന് പറഞ്ഞാൽ integral minus infinity to infinity e raised to minus x square dx ആണ് into ഈ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴേ നമ്മൾ വീണ്ടും ഇവിടെ എക്സ് കൊടുത്താൽ വേരിയബിൾ ഏത് വേണേലും ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ e raised to minus x square dx കണ്ടുപിടിച്ചാലും e raised to minus y square dy കണ്ടുപിടിച്ചാലും e raised to minus z square dz കണ്ടുപിടിച്ചാലും എപ്പോഴും ആൻസർ ഒരുപോലെ. അത് വേരിയബിൾ ആണ്, അതൊരു വേരിയബിളിന് ഏത് വാല്യൂ വേണേലും നമുക്ക് കൊടുക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾ എക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഐക്ക് 2 കൊടുത്തു കഴിഞ്ഞാൽ dx 2 പ്രാവശ്യം വരും, അതൊരു മീനിങ്ലെസ് ആയിട്ടുള്ള ഒരു കാര്യം ആയിരിക്കും. അപ്പൊ അവിടെ നമുക്ക് അതിന് വേണ്ടിയിട്ട് y കൊടുക്കുന്നു, ഒരിടത്ത് എക്സും ഒരിടത്ത് വൈയും കൊടുക്കുന്നു.
അപ്പൊ അങ്ങനെ തന്നെ ചെയ്യണം നിങ്ങൾ ചെയ്യുമ്പോൾ. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് വൈ സ്ക്വയർ ഡി വൈ ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡി എക്സ്, അതായത് എക്സ് സ്ക്വയറിനെ മൈനസ് എക്സ് സ്ക്വയറിനെ അപ്പുറത്ത് കൊണ്ടുപോയി ഡി വൈ എന്ന് ഇവിടെ വന്നു. ഇ റൈസ് ടു മൈനസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ. അപ്പൊ ഈ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇവിടെ നോക്കിക്കേ, ഡബിൾ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ വൈന്റെ ലിമിറ്റ് ആണ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഇപ്പൊ എക്സ് മൈനസ് എക്സ് വൈ പ്ലെയിനില് എക്സ് മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെ, അതേപോലെ വൈയും വേരി ചെയ്ത് നമുക്ക് ഫുൾ എക്സ് വൈ പ്ലെയിനാണ് കിട്ടുന്നത് അല്ലെ. എക്സും വൈയും അതിന്റെ എല്ലാ പോസിബിൾ വാല്യൂസും എടുക്കുക ആണ് ഈ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വരെ വേരി ചെയ്യുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എന്ന് എഴുതാം. ഇ റൈസ് ടു മൈനസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് ഡി വൈ വേർ ദ റീജിയൻ ആർ ഈസ് ദ ഹോൾ എക്സ് വൈ പ്ലെയിൻ. ദെൻ ട്രാൻസ്ഫോമിംഗ് ടു പ്ലെയിൻ പോളാർ കോർഡിനേറ്റ്സ്. അപ്പൊ ഇതിനെ പോളാർ കോർഡിനേറ്റ്സിലേക്ക് മാറ്റുന്നു. എക്സ് ഇസിക്കൽ റോ കോസ് ഫൈ, വൈ ഇസിക്കൽ റോ സൈൻ ഫൈ. പോളാർ കോർഡിനേറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 0 ലെസ് ആണെങ്കിൽ റോ ലെസ് ദാൻ ഇൻഫിനിറ്റി, 0 ലെസ് ആണെങ്കിൽ ഫൈ ലെസ് ആണെങ്കിൽ 2π. അപ്പൊ ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഐ സ്ക്വയർ എന്ന് പറഞ്ഞാല് ഇവിടെ എക്സിന്റെ വൈന്റെ ലിമിറ്റ് നോക്കിയിട്ടാണ് എക്സും വൈയും നമുക്ക് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വേരി ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ് വൈ പ്ലെയിൻ മുഴുവൻ കിട്ടണം അല്ലെ. എക്സും വൈയും അതിന്റെ എല്ലാ പോസിബിൾ വാല്യൂസും എടുക്കുകയാണ്. അപ്പൊ നമ്മൾ റോ കോസ് ഫൈ റോ സൈൻ ഫൈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ഈ പോളാറിനകത്തിൽ നമുക്ക് ഫുൾ പ്ലെയിൻ കിട്ടണമെങ്കിൽ റോയിനെ 0 മുതൽ ഇൻഫിനിറ്റി വരെ വേരി ചെയ്യിക്കുക. അതായത് ആ റേഡിയസ് അത് 0, അതിന്റെ മാക്സിമം എന്റെ സ്റ്റാർട്ടിംഗ് വാല്യൂ 0 ആണ്, 0 മുതൽ ഇൻഫിനിറ്റി വരെ വേരി ചെയ്യുന്നു. ഇനി അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫുൾ, അതായത് ഇങ്ങനെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 0 മുതൽ 2πയും ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഹോൾ പ്ലെയിനെ കവർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇവിടെ ലിമിറ്റ് എഴുതിയിരിക്കുന്നത്. ഇന്റഗ്രൽ ഫൈ 0 to 2π റോ 0 to π ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് റോ സ്ക്വയർ കിട്ടും ഇൻറ്റു മോഡ് റോ ഡോ എക്സ് വൈ ബൈ ഡോ റോ ഫൈ ഡി റോ ഡി ഫൈ ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ 0 to 2π ഡി ഫൈ 0 to ഇൻഫിനിറ്റി ഡി റോ ഇൻറ്റു റോ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് റോ സ്ക്വയർ ഈക്വൽ ടു നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇത് നോക്കിക്കേ, ഇവിടെ റോ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് റോ സ്ക്വയർ ഉണ്ട്. ഇന്റഗ്രൽ 0 to 2π ഡി ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ റൈറ്റ് സൈഡ് എഴുതിയിരിക്കുന്ന ഇന്റഗ്രലുമായിട്ട് അതിനൊരു ബന്ധമില്ല, അത് സെപ്പറേറ്റ് അങ്ങ് ഇന്റഗ്രേറ്റ് ചെയ്തു. 2π കിട്ടും, 2π ഉണ്ട്. ഇനി ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഡി റോ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് വൈ സ്ക്വയർ, ഇതിനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇ റൈസ് ടു മൈനസ് റോ സ്ക്വയർ മൈനസ് 1/2 0 to ഇൻഫിനിറ്റി ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് പൈ എന്ന് കിട്ടും. അപ്പോൾ ഐ സ്ക്വയർ ഇസിക്കൽ പൈ എന്ന് കിട്ടുന്നു. അതുകൊണ്ട് ഐ ഇസിക്കൽ നമുക്ക് റൂട്ട് ഓഫ് പൈ എന്ന് എഴുതാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ക്യാപിറ്റൽ I is equal to integral 0 to infinity e raised to minus x square dx. Because the integrand is an even function of x, it follows from the above example that the value of the integral from 0 to infinity. Okay, നമുക്ക് integral 0 to infinity e raised to minus x square dx കണ്ടുപിടിക്കേണ്ട. തൊട്ട് മുമ്പ് എന്ത് കണ്ടുപിടിച്ചത്? integral minus infinity to infinity e raised to minus x square dx 0 to infinity ആണ് നമുക്ക് ഇപ്പൊ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞാൽ 2 times ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ആണ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി കണ്ടുപിടിച്ചതിന്റെ പകുതി ആയിരിക്കും ഇതിന്റെ വാല്യൂ. ഇപ്പൊ റൂട്ട് പൈ ആണ് കിട്ടിയിരിക്കുന്നത്. ഐ സ്ക്വയർ ഈക്വൽ ടു പൈ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഐ കണ്ടുപിടിക്കാൻ മറന്നു പോകരുത്. ഐ സിഗർ റൂട്ട് പൈ, ഐ സിഗർ റൂട്ട് പൈ ആണ് അതിന്റെ പകുതിയാണ് ഇവിടെ ആൻസർ, റൂട്ട് ഓഫ് π/2. ഓക്കെ, അപ്പോഴേ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും.